സോ അടുത്ത ചാപ്റ്റർ നമ്മൾ നോക്കുന്നത് ഈ സി പ്രോഗ്രാമിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ്. സോ നമ്മൾ ആദ്യമായി സോഴ്സ് കോഡ് എന്ന് പറയുന്ന നമ്മുടെ പ്രോഗ്രാം നമ്മുടെ ഒരു കോഡ് എഡിറ്ററിൽ ടൈപ്പ് ചെയ്യുന്നു. സോ ഉദാഹരണമായി ഞാനിവിടെ പ്രിൻ്റ് എഫ് ഹലോ എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇത് ഹലോ എന്ന് പറയുന്ന വേർഡ് പ്രിൻ്റ് ചെയ്യുന്നതിനുള്ള ഒരു പ്രോഗ്രാമാണ്. സോ ഇതിനെ നമുക്ക് ഹ്യൂമൻ റീഡബിൾ എന്ന് വിളിക്കാം. കാരണം നമുക്കത് മനുഷ്യന് മനസ്സിലാവുന്ന രൂപത്തിൽ ഒരു ഇംഗ്ലീഷിലാണ് നമ്മൾ ഇത് എഴുതിയിട്ടുള്ളത്. ഒരു കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം കമ്പ്യൂട്ടറിന് ബൈനറി ലാംഗ്വേജ് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അതായത് 1 0 1 0 എന്ന് പറയുന്ന ഈ 2 നമ്പറുകൾ മാത്രമേ കമ്പ്യൂട്ടറിന് മനസ്സിലാവുകയുള്ളൂ. സോ നമ്മൾ ഈ എഴുതുന്ന കോഡ് നമുക്ക് ഒരു കമ്പൈലേഷൻ പ്രോസസ്സ് വഴി ഇതിൽ കാണുന്ന ഒരുപാട് പ്രോസസ്സുകളാണിത്. പ്രീ പ്രോസസ്സിങ്, കമ്പൈലിംഗ്, അസംബ്ലിംഗ്, ലിങ്കിങ് തുടങ്ങിയ പ്രോസസ്സ് വഴി ഇതൊരു മെഷീൻ റീഡബിൾ ലാംഗ്വേജിലോട്ട് മാറ്റുന്നു. അതായത് കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഒരു ഭാഷയിലോട്ട് മാറ്റുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കമ്പൈലേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു പ്രോസസ്സ് കഴിയുന്നതോടുകൂടി നമ്മുടെ കമ്പ്യൂട്ടർ നമുക്കത് എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോഗ്രാം. സോ നമുക്കതിൻ്റെ ഔട്ട്പുട്ട് ലഭിക്കുന്നു. സോ ഇങ്ങനെയാണ് ഒരു സി പ്രോഗ്രാമിംഗ് വർക്ക് ചെയ്യുന്നത്. ആദ്യമായി അത് ഹ്യൂമൻ റീഡബിളിൽ നിന്നും മെഷീൻ റീഡബിളിലോട്ട് മാറ്റുന്നു. അതിനുശേഷം അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. സോ ഇങ്ങനെയാണ് ഒരു സി പ്രോഗ്രാമിംഗ് വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് ഇതിന് വേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. സോ നമുക്ക് നമ്മുടെ പ്രോഗ്രാം എഴുതുന്നതിന് നമുക്കൊരു കോഡ് എഡിറ്റർ ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്നതിന് ഒരു കമ്പൈലറും ആവശ്യമാണ്. സോ ഇതെങ്ങനെ സെറ്റപ്പ് ചെയ്യാമെന്ന് നമുക്ക് അടുത്ത ട്യൂട്ടോറിയലിൽ പഠിക്കാം.